Good morning, everyone. My name is Sangeet. I'm working as Assistant Professor, Department of Mechanical Engineering, St. Thomas College of Engineering and Technology. നിങ്ങൾക്ക് അറിയാം, എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഇപ്പം ഒരുപാട് ദിവസങ്ങളായി പല പല സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സായിട്ട് കണ്ടു കഴിഞ്ഞു. സോ ഈ വീഡിയോ ലെക്ചർ ഞാൻ എടുക്കുന്നത് BE 110 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ 4th മൊഡ്യൂൾ, അതായത് ഐസോമെട്രി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ടോപ്പിക്, അതിൻ്റെ ഡ്രോയിങ്സ്, ഈ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. Now consider this video lecture to be just an introduction to what is isometry. നിങ്ങളുടെ എല്ലാവരും ഫസ്റ്റ് ഇയറിൽ ബേസിക് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ലാബ് ചെയ്തിട്ടുണ്ടാവും. ആ ലാബിൽ ചെയ്ത എക്സ്പെരിമെൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിക്കുക. നിങ്ങൾ ഫൗണ്ടറി ചെയ്തിട്ടുണ്ട്, ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഷീറ്റ് മെറ്റൽ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങളിപ്പം ഷീറ്റ് മെറ്റൽ കട്ടിങ്ങിൽ നിങ്ങൾക്ക് ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടാവും, അതിൻ്റെ മെറ്റീരിയൽ ടൈപ്പിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ടാവും. അൾട്ടിമേറ്റ്ലി നിങ്ങളോട് ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്തിട്ട് റിവെറ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളോടൊരു മെറ്റാലിക് ബോക്സ് ഉണ്ടാക്കാൻ പറയുന്നുണ്ടാവും. ഈ ബോക്സ് ഉണ്ടാക്കാൻ പറയുന്നത് നിങ്ങളോട് അവിടുന്ന് ഇൻസ്ട്രക്ടേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും, ലാബിലെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഈ സ്ക്വയർ ബോക്സോ റെക്റ്റാങ്കുലർ ബോക്സോ, ഈ ബോക്സിൻ്റെ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര, ഹൈറ്റ് എത്ര, ഇതൊക്കെ കാണിക്കാൻ, അല്ലെങ്കിൽ ഈ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എത്ര ഡയമെൻഷനിലാണ് ഉണ്ടാക്കേണ്ടത് എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്കൊരു ഫിഗർ തരുന്നുണ്ടാവും. ആ ഫിഗറാണ് ബേസിക്കലി ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറഞ്ഞ ഫിഗർ, അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ. ഒരു സിംഗിൾ ഫിഗറിൽ നിങ്ങൾ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതിൻ്റെ മേലുള്ള ജോയിൻ ചെയ്യേണ്ട റിവെറ്റ്സിൻ്റെ ഡയമെൻഷൻസ്, ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. സിമിലർലി നിങ്ങൾ ഫൗണ്ടറി ചെയ്യുന്നുണ്ട്. ഫൗണ്ടറിയിൽ ബേസിക് കാസ്റ്റിംഗ്, സാൻഡ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ സാൻഡ് മോൾഡ് പ്രിപ്പറേഷൻ പഠിക്കുന്നുണ്ട്. ഈ സാൻഡ് മോൾഡ് പ്രിപ്പറേഷൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പാറ്റേൺസ്, നിങ്ങളെ വുഡൻ പാറ്റേൺ നിങ്ങൾ വെക്കുന്നുണ്ട്. ഈ വുഡൻ പാറ്റേൺ പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ പാറ്റേണിൻ്റെ ഫിഗർ തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഡയമെൻഷൻ എല്ലാം കാണിച്ചു തന്നിട്ടൊരു ഫിഗറാണ്. ആ ഫിഗറും എന്താണ്, ഒരു ഐസോമെട്രിക് ഫിഗറാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഒരു കുറച്ച് സെക്കൻഡ്സ് നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക, എന്താണ് ഈ ഫിഗേഴ്സ്, എങ്ങനെയായിരുന്നു എന്നുള്ള ഫിഗേഴ്സ്. ആ കണ്ട ഫിഗേഴ്സാണ് ജനറലി ഐസോമെട്രിക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഐസോമെട്രി എന്ന കൺസെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 2 എക്സാമ്പിളും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ, നിങ്ങളുടെ കോളേജ് ലൈഫിൽ, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എഡ്യൂക്കേഷൻ അക്കാഡമിക് ലൈഫിലെ മേജറായിട്ട് വരുന്ന ബേസിക് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ കണ്ടുവരുന്ന എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിലും നിങ്ങൾ ചെയ്യുന്നത് എന്താ, നിങ്ങളിതൊക്കെ ഉണ്ടാക്കുന്നത് ബേസ്ഡ് ഓൺ എ ഫിഗറാണ്. ആ ഫിഗറിനെയാണ് നമ്മൾ ഐസോമെട്രിക് ഫിഗർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐസോമെട്രി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ ഇതുവരെ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് പഠിച്ച്, സോളിഡ്സ് പഠിച്ച്, സെക്ഷനിങ് ഓഫ് സോളിഡ്സ് പഠിച്ച്, ഇതൊക്കെ പഠിച്ചു. ഇതിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ വൺ മേജർ ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ചെയ്യുന്നത്, വിച്ച് കം അണ്ടർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. എൻ്റെ കയ്യിലുള്ളതൊരു ക്യൂബാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 6 ഫേസസ് ഉണ്ട്, ഓൾ ഫേസസ് ആർ സ്ക്വയർസ് ആൻഡ് എവറി എഡ്ജസ് ഹാവ് ഈക്വൽ ഡയമെൻഷൻസ്. ഈ ക്യൂബിൻ്റെ ഇഫ് ഐ എം ആസ്കിങ് യു ടു ഡ്രോ ദി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ദിസ് ക്യൂബ്, എന്താണ് നിങ്ങൾ വരയ്ക്കുക? എന്തായിരുന്നു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ ക്യൂബ്, ദിസ് ഈസ് ദ 3-dimensional മോഡൽ. ഈ മോഡലിനെ ഞാൻ എൻ്റെ ഐ ലെവലിൽ നേരെ പിടിച്ച്, നിങ്ങൾ നേരെ പിടിച്ച് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഞാനിത് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ദിസ് ബിക്കംസ് മൈ റൈറ്റ് സൈഡ് വ്യൂ ആൻഡ് ദിസ് ബിക്കംസ് മൈ ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇതിന് ഓരോന്നിനെയും ഞാൻ സെപ്പറേറ്റ് ആയി ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഇഫ് ഐ ഡ്രോ, that particular figures are called orthographic projections of this cube. അല്ലേ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആയിരിക്കും, ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എഗെയിൻ സെപ്പറേറ്റ് ഒരു സ്ക്വയർ ആയിരിക്കും. സോ ഇതിൽ എന്താണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് യു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ, ആ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ, ഈ സ്ക്വയർ കാണും. ദാറ്റ് മീൻസ് പർട്ടിക്കുലർലി ഓർ സ്പെസിഫിക്കലി വാട്ട് യു ആർ ഗോയിങ് ടു സീ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് ഫേസ് ഓഫ് ദ ക്യൂബ്, ഓൾസോ ഇറ്റ്സ് ഹൈറ്റ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ബ്രെഡ്ത്ത് എന്ന് വിളിക്കാം. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഈ 2 ഡയമെൻഷൻസാണ് നിങ്ങൾ ഈ ക്യൂബിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ ഒരു ഫിഗറിൽ മനസ്സിലാക്കുന്നത്. സപ്പോസ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൽ എന്താ, ഇതാണ് ടോപ്പ് വ്യൂ.
ടോപ്പ് വ്യൂവിൽ അഗെയിൻ യു വിൽ സി അനദർ സ്ക്വയർ അല്ലേ? ഇതായിരുന്നു ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. സോ ടോപ്പ് വ്യൂ വരച്ചാൽ നിങ്ങൾ ടോപ്പ് വ്യൂ അഗെയിൻ ഒരു സ്ക്വയർ വരച്ചാൽ അതിൽ കാണുന്ന ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? ദിസ് വാസ് ഫ്രണ്ട് വ്യൂ, ദിസ് വാസ് ടോപ്പ് വ്യൂ. ഒരു ഡയമെൻഷൻ ഇതാണ് കാണാം അല്ലേ? ടോപ്പ് വ്യൂ ഓടിക്കുമ്പോൾ ഇത് കാണാം. ഇതെന്തായിരുന്നു? ഫ്രണ്ട് വ്യൂവിൽ ലെങ്ത് ഇതാണെങ്കിൽ ടോപ്പ് വ്യൂവിൽ ഈ ഡയമെൻഷൻ എടുക്കുമ്പോൾ ഇതും ലെങ്ത് ആണ്. ദിസ് വാസ് ദ ഫ്രണ്ട് വ്യൂ. ലെങ്ത് ബ്രെഡ്ത്ത് നിങ്ങൾ കണ്ടു. ഇതെന്താണ്? ഇതാണ് ഇതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത്. ടോപ്പ് വ്യൂ വരക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഡയമെൻഷൻ എന്താണ്? ഇതും വിഡ്ത്താണ്. ക്യൂബ് ആയതുകൊണ്ട് ഇതും സെയിം ആണ്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്ന ഫിഗറിൽ യു ആർ എക്സാക്ട്ലി ഗെറ്റിംഗ് 2 dimensions, that is length and breadth. When you draw the top view, again you are getting exactly 2 dimensions. This was length and this was width, thickness. The thickness I know. Similarly, if you go for drawing the right side view or the left side view, again you will simultaneously get what? 2 dimensions. So for each orthographic projections or views of the solid, you are going to get particularly or specifically 2 dimensions in each figure. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ പെക്യുലാരിറ്റി. നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ വരച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 2 ഡയമെൻഷൻസ് ആണ്. നൗ സപ്പോസ് ഇനി കമ്പയർ ഇപ്പം നിങ്ങൾ മനസ്സിൽ കാണുന്ന ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ കമ്പാരിസൺ നിങ്ങൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ കണ്ട ഫൗണ്ടറി അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്ക് ഇതിനൊക്കെ നിങ്ങൾക്ക് തന്ന ഫിഗേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് തന്ന ഫിഗർ ഒറ്റ ഫിഗറിൽ നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങൾ ഈ 2 ഡയമെൻഷനിൽ അതിൽ കൂടുതൽ ഡയമെൻഷൻസ് കാണുന്നുണ്ട്. ആ ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സണോമെട്രിക് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇതെന്താണ്? ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൽ നിങ്ങൾ കാണുന്ന ഫ്രണ്ട് വ്യൂ ആണ്. ഇത് ഞാൻ ലേശം ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചെന്ന് വിചാരിക്കണം. ഇതിൽ നിങ്ങളിപ്പോൾ എന്താ കാണുന്നത്? അഗെയിൻ യു ആർ ഒബ്റ്റെയിനിങ് അനദർ കൈൻഡ് ഓഫ് വ്യൂ ഫോർ ദിസ് ക്യൂബ് അല്ലേ? ഈ ക്യൂബിൽ നിങ്ങൾ കാണുന്നത് എന്താ? യു ആർ ഗെറ്റിംഗ് ടു വ്യൂ ദിസ് ഫേസ് ആസ് വെൽ ആസ് ദിസ് ഫേസ്. ഈ 2 ഫേസിലും എന്താ ഉള്ളത്? a number of additional dimensions are there. For example, see, this was length, this was the breadth. Now, additionally, in a single view, you are obtaining another dimension also. This is the width of the cube. ഈ കൈൻഡ് ഓഫ് പ്രൊജക്ഷൻ ഈ ഓർത്തോഗ്രാഫിക്കിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കണ്ടു, ടോപ്പ് വ്യൂ ഇങ്ങനെ കണ്ടു, റൈറ്റ് സൈഡ് വ്യൂ ഇങ്ങനെ കണ്ടു, ലെഫ്റ്റ് സൈഡ് വ്യൂ ഇങ്ങനെ കണ്ടു. അതിന് പകരം ഞാൻ എന്താ ചെയ്തത്? ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഈ ഫ്രണ്ട് വ്യൂ വെച്ച് നിങ്ങൾ എന്താ കാണും? ഈ ലെങ്ത് കാണും, ഈ ലെങ്ത് കാണും, ഈ ലെങ്ത് കാണും അല്ലേ? ഒബ്വിയസ്ലി ഈ ലെങ്ത് എന്താണ്? ഇങ്ങനെ വെച്ച് കാണുന്ന ഈ ലെങ്ത്തും നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ കാണുന്ന ലെങ്ത്തും ട്രൂ ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത് ആണ്. ബട്ട് ഈ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ കാണുന്ന ഈ ലെങ്ത് ആയിരിക്കില്ല ഈ ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് വരക്കുമ്പോൾ കാണും. ദിസ് വിൽ ബി ഷോർട്ടൻഡ്, കുറച്ച് കുറവായിരിക്കും. സിമിലർലി ഈ കാണാത്ത ലെങ്ത് ഇതും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ? ഒറിജിനൽ ലെങ്ത് ആയിരിക്കില്ല, കുറച്ച് ഷോർട്ടൻഡ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇൻ എ സിംഗിൾ വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡയമെൻഷൻസ് അല്ലെങ്കിൽ ലെങ്ത്തുകൾ എത്രയൊക്കെയാണ്? 1, 2 and 3. ദിസ് ഈസ് നോൺ ആസ് ആക്സണോമെട്രിക് വ്യൂ. ഓക്കെ, ഞാൻ സിംപ്ലി ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഡയമെൻഷൻ ഓഫ് ദ ക്യൂബ്. ആ ക്യൂബ് ഞാനൊരു 3 dimensional വ്യൂവിൽ വരച്ചു. ഓക്കെ, ലെറ്റ് ദിസ് ബി അവർ ക്യൂബ്. ഇനി ഈ ക്യൂബിൻ്റെ suppose I am viewing from this direction, let it be my direction of viewing. So suppose this is A, B, C, D. Suppose this is A, B, C, D. ഇതാണ് ഞാൻ എൻ്റെ വ്യൂയിങ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ if I am going to draw the orthographic projections of this cube, എൻ്റെ ഫിഗർ എന്തായിരിക്കും? ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? This will be my front view. My front view will be something like this. This will be named as A, B, C, D. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ ഫിഗറിൽ സപ്പോസ് ഇഫ് ദിസ് ഡയമെൻഷൻ ഈസ് ദ ലെങ്ത് ആൻഡ് ദിസ് ഡയമെൻഷൻ ഈസ് ദ ബ്രെഡ്ത്ത്. സോ ഈ കാണുന്ന ഡയമെൻഷൻസ് എന്താണ്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്. എനിക്ക് എന്താണ് കിട്ടുന്നത്? 2 dimensions. ഫ്രണ്ട് വ്യൂവിൽ ഐ ആം ഒബ്റ്റെയിനിങ് 2 dimensions. സപ്പോസ് ഐ ആം ഗോയിങ് ടു ഡ്രോ ദ ടോപ്പ് വ്യൂ. അടുത്ത ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് വരക്കുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ബി ലുക്കിംഗ് ഫ്രം ദിസ് ഡയറക്ഷൻ. ഇത് എ ബി സി ഡി ആണെങ്കിൽ ലെറ്റ് ദിസ് ബി പി ആൻഡ് ക്യൂ. സോ ദ ടോപ്പ് വ്യൂ ഓഫ് ദിസ് ക്യൂ വിൽ ബി ഓഫ് ദ സെയിം ഡയമെൻഷൻ ആസ് ഓഫ് ദ ഫ്രണ്ട് വ്യൂ, ബട്ട് ഇറ്റ് വിൽ ബി നെയിംഡ് ആസ് പി ക്യൂ ബി എ. ഇത് ലെങ്ത് ആണെങ്കിൽ ഈ ഡയമെൻഷനും എന്താണ്? ലെങ്ത് തന്നെയാണ്. ഈ ഡയമെൻഷനും ലെങ്ത് തന്നെയാണ്. ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ
ഈ ഡയമെൻഷനെ ഞാൻ ഇത് ലെങ്ത് ആണെങ്കിൽ ദിസ് വിൽ ഓൾസോ ബി ദ സെയിം ഡയറക്ഷൻ ലെങ്ത്. ഇത് വിഡ്ത്ത് ആണെങ്കിൽ ഞാൻ ഇതിന് W എന്ന് മാർക്ക് ചെയ്യുന്നത്. സോ ഇൻ ദ ടോപ്പ് വ്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാവുന്ന ഡയമെൻഷൻ ഏതൊക്കെയാണ്? ലെങ്ത് ആൻഡ് ദിസ് വിൽ ബി വിഡ്ത്ത്. അഗെയിൻ യു വിൽ ബി ഗെറ്റിംഗ് 2 dimensions. സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ ഓരോ വ്യൂവിലും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 2 സെറ്റ് ഓഫ് ഡയമെൻഷൻസ് ആണ്. Any number of orthographic projections, if I am going to draw for this cube, that means if I am going to draw the right side view or the left side view, I will still obtain what? 2 sets of dimensions for each figures. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ പ്രത്യേകത. ബട്ട് നമ്മളിപ്പോൾ കണ്ട ക്യൂബിനെ ഞാൻ ഈ സ്റ്റൈലിൽ വരച്ചു അല്ലേ? ഈ ഒരു സ്റ്റൈലിൽ വരയ്ക്കുമ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ഫിഗർ, ഈ ഫിഗറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് ഞാൻ ഈ ഒബ്ജക്റ്റിനെ വരക്കുന്നതെങ്കിൽ എനിക്ക് ഒറ്റ ഫിഗറിൽ എന്തൊക്കെ കാണാം? ലെങ്ത്ത് കാണാം, ബ്രെഡ്ത്ത് കാണാം, വിഡ്ത്ത് കാണാം. 3 ക്രൂഷ്യൽ ഡയമെൻഷൻസും എനിക്കിതിൽ കാണാൻ പറ്റും അല്ലേ? ഈ കൈൻഡ് ഓഫ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സണോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ആക്സണോമെട്രിക് വ്യൂ. ഇങ്ങനെ വരച്ച ഫിഗറിൽ സപ്പോസ് ഇഫ് ഐ ആം ഡ്രോയിങ് ആൻ ആക്സിസ് ഹിയർ, ഇവിടെ ഞാനൊരു ആക്സിസ് വരക്കുന്നു, ഇങ്ങനെ ഞാനൊരു ആക്സിസ് വരക്കുന്നതെന്ന് വിചാരിക്കുക. ഐ ആം എക്സ്റ്റെൻഡിങ് ദിസ് വൺ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ എഡ്ജും, ഈ എഡ്ജ് AB AD, ഈ എഡ്ജ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. ലെറ്റ് ദിസ് ആംഗിൾ ബി ആൽഫ. ഓക്കെ, ഇനി ഈ എഡ്ജ് തമ്മിൽ, അതായത് PA ആൻഡ് AD തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടാവും. ലെറ്റ് ദിസ് ആംഗിൾ ബി ബീറ്റ. ആൻഡ് ഈ എഡ്ജസ് ഉണ്ടാവും AB ആൻഡ് AP, ഇവർ തമ്മിലൊരു ആംഗിൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ലെറ്റ് ദിസ് ആംഗിൾ ബി ഗാമ. സോ ആക്സണോമെട്രിക് വ്യൂവിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പല രീതിയിൽ ചെരിച്ചും തിരിച്ചും വെക്കുന്നുണ്ട് അല്ലേ? ആ ചെരിച്ചും തിരിച്ചും വെക്കുമ്പോൾ നമുക്ക് ഓരോ അഡ്ജസൻറ്റ് എഡ്ജസ്, EDGES, അഡ്ജസൻറ്റ് എഡ്ജസ് തമ്മിൽ certain ഇൻക്ലിനേഷൻസ് കിട്ടുന്നുണ്ട്. ആ ഇൻക്ലിനേഷൻസാണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ അല്ലേ? നൗ ആക്സണോമെട്രിക് വ്യൂ ആക്ച്വലി ഹാസ് 3 പാർട്സ്, 3 പാർട്ടുകളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐസോമെട്രിക് വ്യൂ ഓർ പ്രൊജക്ഷൻ. ആക്സണോമെട്രിക് വ്യൂവിൻ്റെ 3 പാർട്ടുകൾ. ഒന്ന് ഐസോമെട്രിക്, സെക്കൻഡ് വൺ ഡൈമെട്രിക് പ്രൊജക്ഷൻ, സെക്കൻഡ് വൺ വാസ് ഡൈമെട്രിക് പ്രൊജക്ഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് നോൺ ആസ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. ട്രൈമെട്രിക് പ്രൊജക്ഷൻ. എന്താണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ? ഈ കണ്ട 3 ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ, ദേ വിൽ ബി ഈക്വൽ. ദാറ്റ് മീൻസ് ആൽഫ വിൽ ബി ഈക്വൽ ടു ബീറ്റ വിൽ ബി ഈക്വൽ ടു ഗാമ. ഐസോമെട്രി ആണെങ്കിൽ ഈ ഓരോ ആംഗിളും ആൽഫ വിൽ ബി ഈക്വൽ ടു 120 ഡിഗ്രി, ബീറ്റ വിൽ ബി ഈക്വൽ ടു 120 ഡിഗ്രി ആൻഡ് ഗാമ വിൽ ബി ഈക്വൽ ടു 120 ഡിഗ്രി. ദിസ് ഈസ് ഐസോമെട്രി. ഡൈമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ആൽഫ വിൽ ബി ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ, ഓർ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ബട്ട് ഈക്വൽ ടു ഗാമ. ഈ 3 ആംഗിൾസിൽ ഏതെങ്കിലും 2 ഈക്വൽ ആയിരിക്കും, മറ്റേത് അൺഈക്വൽ ആയിരിക്കും. ബട്ട് ഇൻ ട്രൈമെട്രിക് പ്രൊജക്ഷൻ ഓൾ ദ 3 വിൽ ബി അൺഈക്വൽ, ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ. ഏതെങ്കിലും ഒരു രീതിയിൽ സപ്പോസ് ഈ ക്യൂബിനെ ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ ഏതെങ്കിലും ഡിഫറെൻറ്റ് രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ആംഗിൾ ആൽഫ വിൽ നോട്ട് ബി ഈക്വൽ ടു ഈ ആംഗിൾ ബീറ്റ ആൻഡ് ദിസ് ആംഗിൾ ഗാമ. ഇതെല്ലാം അൺഈക്വൽ ആയിരിക്കും. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ. ഇതാണ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. സോ ഐ ഹോപ്പ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരു സിംഗിൾ വ്യൂവിൽ നമുക്ക് മോർ ദാൻ 2 ഡയമെൻഷൻസ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഡ്രോയിങ് അല്ലെങ്കിൽ വ്യൂവിനെയാണ് നമ്മൾ ആക്സണോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ആ ആക്സണോമെട്രിക് വ്യൂവിൽ വെനെവർ ദീസ് ആംഗിൾസ് ബിക്കംസ് ഈക്വൽ ടു എ സിംഗിൾ വാല്യൂ, ദാറ്റ് ഈസ് 120 ഡിഗ്രി, ആ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എൻ ആക്സണോമെട്രിക് വ്യൂ gives you what? Isometric view. ഇതിനാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Now in the upcoming videos we will be discussing a bit more about isometric view, difference between isometric view and projection, isometric axis എന്താണ്, ലൈൻസ് എന്താണ്, ഐസോമെട്രിക് സ്കെയിൽ എന്താണ്, ഈ കൈൻഡ് ഓഫ് കൺസെപ്റ്റ്സ് കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.